CPIM ഒരു CPIയും തമ്മിലുള്ളൊരു മത്സരം കാണാൻ ഒരു ത്രില്ലുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തരായ പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നുണ്ട്. അതിലൊരു വ്യത്യസ്തരായ സ്ഥാനാർത്ഥിയാണ് നമ്മോടൊപ്പം ഉള്ളത്. കോഴിക്കോട് ഈ തുറയൂർ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥിയാണ്. ഇതിലൊരു പ്രത്യേകതയുള്ളത് CPMനെതിരെ കൂടിയാണ് മത്സരം. അങ്ങനെ CPMനെതിരെ മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി വിസ്മയാണ് നമ്മോടൊപ്പം ഉള്ളത്. 21 വയസ്സുകാരിയാണ്. അതുപോലെ BDS വിദ്യാർത്ഥി കൂടിയാണ്. എങ്ങനെയാണ് വിദ്യാർത്ഥിയായിരിക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്ത് തോന്നുന്നു? എന്തൊരു മത്സരിക്കാൻ ഇതൊരു എന്താ പറയുക ഒരു അവസരമായിട്ട് തന്നെ കാണുന്നുള്ളൂ. അതിപ്പം തോൽവിയോ ജയമോ അങ്ങനെയൊന്നുമില്ല. അതിപ്പോൾ എങ്ങനെയാവുമെന്ന് ഒരു ക്യൂരിയോസിറ്റി അത്രയേ ഉള്ളൂ. ഏതായാലും ഈ വാർഡിൽ മത്സരിക്കുന്ന ഒരു പ്രത്യേകത ഉള്ളതൊന്ന് CPM ഒരു ഭാഗത്ത് മത്സരിക്കുന്നു, അതുപോലെ UDF ഒരു ഭാഗത്ത് മത്സരിക്കുന്നു. അതിനൊക്കെ എതിരെ മറികടന്നുകൊണ്ടൊരു വിജയം കാണേണ്ടി വരും CPIയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. എത്രത്തോളം ഉണ്ട് ആത്മവിശ്വാസം? ആത്മവിശ്വാസം എന്ന് വെച്ചാൽ എനിക്കൊരു CPIM ഒരു CPIയും തമ്മിലുള്ളൊരു മത്സരം കാണാൻ ഒരു ത്രില്ലുണ്ട്. അതെങ്ങനെയായിരിക്കണമെന്ന് ഇപ്പം നമുക്ക് വോട്ട് അങ്ങനെ കിട്ടുമോ അങ്ങനെയൊന്നും നമുക്കില്ല. നമ്മൾ പരമാവധി നമ്മളെ വോട്ട് നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങാൻ ശ്രമിക്കും. നേരത്തെ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ടോ? അങ്ങനെ അച്ഛനൊക്കെ അതിൻ്റെ ഇതിൽ നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ബാബു മാഷായാലും ശശിയേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരെ അറിയാം. അങ്ങനെ ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അങ്ങനെ സജീവമായിട്ടുണ്ടായിരുന്നു? ഇല്ല, അല്ലാണ്ട് ഇപ്പം ഇങ്ങനത്തെ പാർട്ടീൻ്റെ പരിപാടിക്ക് പോക്കുണ്ടായിരുന്നു. എല്ലാ പാർട്ടി പരിപാടി അല്ല, CPMൻ്റെ പരിപാടിക്ക് പോക്കുണ്ടായിരുന്നു. CPM മാറി CPIയിലേക്ക് വന്നതാണ്. അങ്ങനെയാണ് CPIയിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം വന്നത് അല്ലേ? ഏതായാലും ഈ പോരാട്ടത്തിൽ ടെൻഷനുണ്ടോ അങ്ങനെ ഈ മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ? കാരണം കരുത്തരായ എതിരാളികളാണ്. ഇപ്പം ടെൻഷനില്ല. ആദ്യം ഒരു 2 ദിവസം മുന്നേ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു മത്സരം പോലെ എനിക്ക് തോന്നുന്നു. ഇതുപോലെ ഞാൻ എടുത്തതാണ്. ഇപ്പം അങ്ങനെ ആളുകളൊക്കെ സംസാരിച്ച് ഇടപഴകി കഴിഞ്ഞപ്പോൾ ടെൻഷനൊക്കെ പോയി. അങ്ങനെ പറയാം. ജയിച്ചാൽ എന്തായിരിക്കും ഈ പ്രധാനപ്പെട്ട ഈ ഒരു യുവതയുടെ പ്രതീകം കൂടിയാണല്ലോ. ജയിച്ചാൽ താങ്കൾ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു പദ്ധതികളൊക്കെ ഏത് തരത്തിലുള്ളതായിരിക്കും? യുവാക്കൾക്ക് കൂടിയുള്ള പരിഗണന ഉണ്ടാകുമോ? എല്ലാവരും ഒരുപോലെ എന്താ പറയുക കാണാൻ ശ്രമിക്കും. ഇപ്പം എല്ലാവരും ഓരോ ആനുകൂല്യങ്ങളൊക്കെ വന്നാൽ അങ്ങനെ ഒരാളെ പാർഷ്യാലിറ്റി ഒന്നും കാണാണ്ട് ഇപ്പോൾ ഏത് പാർട്ടിക്കാരൊന്നുമില്ല. ഇപ്പോൾ UDFൻ്റെ ഒരു അറിയുന്ന ഒരാൾ വന്നാൽ പോലും എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള ആനുകൂല്യങ്ങൾ നമ്മൾ തരും. അല്ലാതെ വ്യത്യസ്തമായ എന്തെങ്കിലും പദ്ധതികളുണ്ടോ? പിന്നെ ഒരു കളിസ്ഥലത്തിൻ്റെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലാണെങ്കിലും ട്രെൻഡിങ് ആണ്. ഇപ്പോൾ തുറയൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിസ്ഥലം വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനൊക്കെ ആവുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികൾക്ക് കൂടിയൊരു മുൻതൂക്കം ഉണ്ടാവും. സാധാരണ ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയത്തിൽ അങ്ങനെ ഈ പഞ്ചായത്തായാലും ത്രിതല പഞ്ചായത്തുകൾ അങ്ങനെയുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ തന്നെ യുവാക്കളെ വലിയ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം അങ്ങനെ കേൾക്കുന്നുണ്ട്. തോന്നുന്നു അനുഭവം ഇവിടെ അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തു അതിനൊക്കെ പരിഹാരം ഉണ്ടാവും. എന്തായാലും വിസ്മയെ വിജയിപ്പിക്കുന്നതോടുകൂടി ഈ യുവാക്കൾക്കും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള പദ്ധതികൾ കൂടി നടപ്പിലാക്കാനുള്ള ശ്രമം വിസ്മയെ വിജയിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ കൂടി ഉണ്ടാകുമെന്നുള്ളത് കൂടിയാണ് പറയുന്നത്. ക്യാമറാമാൻ മനീഷ് പെരുമണ്ണക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.